أعوذ بالله السميع العليم بسم الله الرحمن الرحيم الحمد لله موجه من يشاء نحو الهدى والصلاة والسلام على سيدنا محمد أرفع من نصيب لخفض الإداء وبعد. സുദീർഘ ഭാഷണത്തിന് അനുയോജ്യമല്ല. എന്നാലോ രണ്ട് ആളുകളെ അനുസ്മരിക്കാനും പറഞ്ഞിട്ടുണ്ട്. അല്പം മാത്രം അനുസ്മരിച്ച് പെട്ടെന്ന് വിട കുറിക്കാം. ദാറുൽ മആരിഫ് എന്ന ഈ സ്ഥാപനത്തിൻ്റെ 50-ാം വാർഷിക പരിപാടിയിൽ നമ്മൾ ഒരുമിച്ച് കൂടിയപ്പോൾ കോളേജിലെ ആദ്യത്തെ പ്രൊഫസറായിരുന്ന മർഹൂം കോടൂര് മങ്കരത്തൊടി പാറമൽ അബ്ദുൽ മജീദ് ഉസ്താദിനെ അനുസ്മരിക്കാനാണ് ഈ വിനീതനെ ഏൽപ്പിച്ചിട്ടുള്ളത്. അതുപോലെ അരീക്കുളം ഖാദിയായിരുന്ന OK സൈനുദ്ദീൻ എന്ന ബാപ്പു മുസ്ലിയാരെയും അനുസ്മരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. മജീദ് ഉസ്താദിനെ കുറിച്ച് പറയുകയാണെങ്കിൽ AD 924 കോടൂരിലെ മങ്കരത്തൊടി പാറമൽ കുടുംബത്തിൽ ജനിച്ചു. സ്വദേശത്ത് നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം നേടിയതിനു ശേഷം ബഹുമാനപ്പെട്ട താജുൽ ഉലമാ സദഖത്തുല്ലാ ഉസ്താദിന്റെ പ്രധാന ശിഷ്യരിൽപ്പെട്ട വലിയോറ പുത്തനങ്ങാടിയിലെ 958-61 കാലത്ത് മുദരിസായിരുന്ന പറപ്പൂര് തൂമ്പത്ത് മുഹമ്മദ് മുസ്ലിയാർ അൽ ബാഖവിയുടെ കീഴിലും കോടൂര് മമ്മൂദ് മുസ്ലിയാരുടെ കീഴിലും പഠനം നടത്തി. തുടർന്ന് ദക്ഷിണേന്ത്യയിലെ അലിഗഡ് യൂണിവേഴ്സിറ്റി എന്ന് പറയപ്പെടുന്ന രാമനാട്ടുകരയ്ക്ക് സമീപമുള്ള ഫാറൂഖ് കോളേജിന്റെ ആദ്യ ഉത്ഭവമാകുന്ന റൗളത്തുൽ ഉലൂം അറബിക് കോളേജ് പെരിമ്പലം പാണായിക്കടുത്ത് ആനക്കയത്ത് സ്ഥാപിതമായപ്പോൾ അതിന്റെ സ്ഥാപകനായ അബുസ്വബാഹ് അലി അൽ അസ്ഹരിയുടെ കീഴിലും പഠനം നടത്തി. തുടർന്ന് ബഹുമാനപ്പെട്ടവർ OK സൈനുദ്ദീൻ കുട്ടി ഉസ്താദിന്റെ കുഴിപ്പുറത്തെ ദറസിൽ 2ാമത്തെ ബാച്ചിൽ പഠനം നടത്തി. ബഹുമാനപ്പെട്ടവര് OK ഉസ്താദിന്റെ ആദ്യകാല ശിഷ്യനാണ്. OK ഉസ്താദ് 960-ൽ ഇഹ്യാ സുന്ന എന്ന മഹത്തായ സ്ഥാപനം സ്ഥാപിച്ചപ്പോ അതിന്റെ ആദ്യ മുദരിസ് കൂടിയായിരുന്നു. തന്റെ ഉസ്താദാകുന്ന ഷെയ്ഖ് ഹസൻ ഹസ്രത്തിന്റെ നിർദ്ദേശപ്രകാരം വെല്ലൂര് ബാഖിയാത്തു സ്വാലിഹാത്ത് അറബിക് കോളേജിലും മഹാനവർകൾ മുദരിസായിട്ടുണ്ട്. 975-ൽ പുത്തനങ്ങാടി ജുമാഅത്ത് പള്ളി കോളേജാക്കി വിപുലീകരിക്കുമ്പോൾ അതിൻ്റെ ആദ്യ പ്രൊഫസറായിട്ടാണ് ബഹുമാനപ്പെട്ടവരെ നിയമിക്കുന്നത്. 978-ൽ മഹാനവർകൾ തിരൂരങ്ങാടി തായേച്ചിന ജുമാഅത്ത് പള്ളിയിലും മുദരിസായി സേവനം ചെയ്തിട്ടുണ്ട്. 983-ലാണ് തൻ്റെ 49-ാമത്തെ വയസ്സിൽ മഹാനവർകൾ വഫാത്താകുന്നത്. തൻ്റെ കുടുംബമാകുന്ന മങ്കരത്തൊടി പാറമൽ കുടുംബം കുമ്പളങ്ങ കോടൂര് എന്നറിയപ്പെടുന്ന കോടൂര് കരിപ്പറമ്പിൽ സ്ഥാപിച്ച ജുമാഅത്ത് പള്ളി ഉസ്താദിന്റെ ഉപ്പയായിരുന്നു അതിന്റെ ആദ്യ മുത്തവല്ലി. ഉപ്പ വഫാത്തായതിനു ശേഷം ആ പള്ളിയുടെ മുത്തവല്ലി കൂടിയായിരുന്നു ഉസ്താദ് അവർകൾ. അങ്ങനെ 983-ൽ വഫാത്തായി ആ പള്ളിക്ക് ചാരെ ഉസ്താദിനെ മറവ് ചെയ്യുകയാണ് ഉണ്ടായത്. ഉസ്താദിന്റെ ശിഷ്യരിൽ പ്രമുഖരാണ് സമസ്തയുടെ പ്രസിഡന്റ് കൂടിയായിരുന്ന നൂറുൽ ഉലമാ MA അബ്ദുൽ ഖാദിർ ഉസ്താദ് നവറല്ലാഹു മറാഖിദഹു വനഫഅനാ ബിഉലൂമിഹി ഫിദ്ദാറൈൻ. രണ്ടാമതായി വിനീതനോട് അനുസ്മരിക്കാൻ പറഞ്ഞത് ഇവിടുത്തെ മുദരിസായിരുന്ന അരീക്കുളം ഖാദി ബാപ്പു ഉസ്താദിനെ കുറിച്ചാണ്. 1947-ലാണ് ഈ മഹലിന്റെ തൊട്ടടുത്ത മഹല്ലാകുന്ന ഈ മഹലിൽ നിന്ന് ആദ്യകാലത്ത് പിരിഞ്ഞ ഒരു മഹല്ല് കൂടിയാകുന്ന വേങ്ങര അരീക്കുളത്ത് അവിടുത്തെ ഖാദിയായിരുന്ന
ഓടക്കൽ കോയക്കുട്ടി മുസ്ലിയാരുടെ മകനായിട്ട് ബഹുമാനപ്പെട്ടവർ ജനിക്കുന്നത്. അരീക്കുളം ഖാദിമാര് പൊതുവിൽ ഓടക്കൽ എന്നറിയപ്പെട്ടിട്ടുണ്ടെങ്കിലും അവര് സൈനുദ്ദീൻ മഖ്ദൂമിന്റെ പരമ്പരയാകുന്ന മഖ്ദൂം കുടുംബത്തിന്റെ താവഴിയാകുന്ന ഒറ്റകത്ത് കുടുംബമാകുന്നു. ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദ് എന്ന ബാപ്പു ഉസ്താദിന്റെ ഉപ്പ, അദ്ദേഹത്തിന്റെ ഉമ്മ OK ഉസ്താദിന്റെ മൂത്തമ്മയായിരുന്നു. അവര് ഓടക്കലായതുകൊണ്ട് ഉമ്മ വകുപ്പിലാണ് ഓടക്കൽ എന്ന് അവർ അറിയപ്പെട്ടിട്ടുള്ളത്. ബഹുമാനപ്പെട്ട കോയക്കുട്ടി മുസ്ലിയാര് കല്യാണം കഴിച്ചതും ഓടക്കൽ കുടുംബത്തിൽ നിന്ന് തന്നെയായിരുന്നു. ഇരിങ്ങല്ലൂര് ഖാദിയായിരുന്ന കുഞ്ഞഹമ്മദ് മുസ്ലിയാരുടെ മകളെയായിരുന്നു. ആ ദാമ്പത്യ വല്ലരിയിലാണ് സൈനുദ്ദീൻ എന്ന ബാപ്പു മുസ്ലിയാര് 1947 ജനിക്കുന്നത്. പ്രാഥമിക പഠനം അരീക്കുളത്ത് തന്റെ പിതാവാകുന്ന കോയക്കുട്ടി മുസ്ലിയാരുടെ കീഴിൽ പഠനം നടത്തി. ശേഷം ബഹുമാനപ്പെട്ടവർ തന്റെ ഇളയ അമ്മാവനാകുന്ന ചെറിയ അമ്മാവനാകുന്ന അബ്ദുൽ ഖാദിർ മുസ്ലിയാരുടെ കീഴിൽ ക്ലാരി പുത്തൂരിൽ ദർസ് പഠനം നടത്തി. തുടർന്ന് മഞ്ചേരി സെൻട്രൽ ജുമാ മസ്ജിദിൽ അന്നത്തെ മുദരിസായിരുന്ന ബഹുമാനപ്പെട്ട കിടങ്ങൈ ഉസ്താദിന്റെ ഒക്കെ വലിയ അമ്മാവനാകുന്ന മഞ്ചേരി വലിയ അബ്ദുറഹ്മാൻ മുസ്ലിയാർ എന്ന ഓവങ്ങൽ അബ്ദുറഹ്മാൻ മുസ്ലിയാരുടെ കീഴിലും പഠനം നടത്തി. 1964 മുതൽ 67 വരെയുള്ള നീണ്ട 3 കൊല്ലത്തോളം പരപ്പനങ്ങാടി പനായത്തിൽ ജുമാഅത്ത് പള്ളിയിൽ ബഹുമാനപ്പെട്ട കുറ്റിപ്പുറം അബ്ദുള്ള മുസ്ലിയാരുടെ കീഴിൽ പഠനം നടത്തി. 1967 ജാമിഅ നൂരിയയിലേക്ക് പോയി 69 ഫൈലിയായി കർമ്മരംഗത്തേക്ക് ഇറങ്ങുകയാണ്. ബഹുമാനപ്പെട്ടവര് ദറസ് നടത്തിയ സ്ഥലങ്ങളാണ് പൂക്കോട്ടൂരിനടുത്ത അറവങ്കര, അതുപോലെ മംഗലാപുരത്തിനടുത്ത കർണാടകയിൽപ്പെട്ട കൊളൂര്, അതുപോലെ തന്നെ മാട്ടിൽ ജുമാഅത്ത് പള്ളിയിൽ സുദീർഘമായ കാലം ദറസ് നടത്തി. ശേഷം നമ്മുടെ ദാറുൽ മആരിഫിലും ദറസ് നടത്തി. ഉപ്പക്ക് ശേഷം ഉപ്പയുടെ കഥ ഉള്ള അദ്ദേഹത്തിന്റെ ഉപ്പ കോയക്കുട്ടി മുസ്ലിയാരുടെ ഖാദി സ്ഥാനങ്ങൾ അദ്ദേഹമാണ് വഹിച്ചിരുന്നത്. അരീക്കുളം, മാട്ടില്, വേങ്ങര മഖ്ദൂമിയ ജുമാഅത്ത് പള്ളി, അതുപോലെ തന്നെ ചുള്ളിപ്പറമ്പ്, ഈ 4 മഹല്ലുകളിലെ ഖാദി കൂടിയായിരുന്നു അദ്ദേഹം. ബഹുമാനപ്പെട്ട ബാപ്പു മുസ്ലിയാര് കല്യാണം കഴിക്കുന്നത് 20-ാം നൂറ്റാണ്ടിലെ ഫഖീഹ്, കേരളം കണ്ട ഇബ്നു ഹജറിൽ ഹൈതമി എന്നറിയപ്പെട്ട തട്ടാങ്കര കുട്ടിയാമു മുസ്ലിയാരുടെ മരുമകനും പ്രധാന ശിഷ്യനുമാണ് പുതിയാപ്പള അബ്ദുറഹ്മാൻ മുസ്ലിയാർ എന്നവര്. ആ പുതിയാപ്പള അബ്ദുറഹ്മാൻ മുസ്ലിയാരുടെ മകളെ കല്യാണം കഴിച്ചിട്ടുള്ളത് മാറഞ്ചേരിയിലേക്കാണ്. അദ്ദേഹത്തിന്റെ മരുമകന്റെ പേരാണ് മുഹമ്മദ് ഷരീഫ് നിസാമി എന്ന മുഹമ്മദ് മുസ്ലിയാര്. അദ്ദേഹത്തിന്റെ മകളെയാണ് ബഹുമാനപ്പെട്ട ബാപ്പു മുസ്ലിയാര് കല്യാണം കഴിച്ചത്. പഴയ മാധ്യമത്തിന്റെ എഡിറ്ററൊക്കെയായിരുന്ന TK ഉബൈദിന്റെ പെങ്ങളെയായിരുന്നു ബാപ്പു മുസ്ലിയാര് കല്യാണം കഴിച്ചത്. ഇവിടെ മുദരിസായിരിക്കെയാണ് അദ്ദേഹത്തിന് ആ മാരകമായ രോഗം പിടിപെടുന്നതും. അങ്ങനെ 2/7/2005 മഹാനവർകൾ ഈ ലോകത്തോട് ഇവിടെ പറയുന്നതും സമീപമുള്ള തന്റെ വീടിന് ചാരയുള്ള അരീക്കുളം ജുമാഅത്ത് പള്ളിയിലാണ് മഹാനവർകൾ വിശ്രമം കൊള്ളുന്നത്. ഇവിടെ സേവനം ചെയ്ത ഒരുപാട് പണ്ഡിത മഹത്തുക്കളെ ഇവിടെ അനുസ്മരിച്ചു. ദിക്റുൽ അംബിയാ ഇബാദ വ ദിക്റുസ് സ്വാലിഹീന കഫാറ. അല്ലാഹുവിന്റെ നബിമാര്, മുർസലുകള്, അംബിയ മുർസലുകളെ അനുസ്മരിക്കുക എന്നുള്ളത് അത് ഇബാദത്താകുന്നു, ആരാധനയാകുന്നു. വ ദിക്റുസ് സ്വാലിഹീന കഫാറ. അവരുടെ അനന്തരവന്മാരാകുന്ന പണ്ഡിതന്മാരെ, സ്വാലിഹീങ്ങളെ, സജ്ജനങ്ങളെ അനുസ്മരിക്കുക എന്നുള്ളത് നമ്മിൽ നിന്ന് സംഭവിക്കുന്ന ചെറുദോഷങ്ങൾ പൊറുക്കാനുള്ള കാരണമാകുന്നു. അങ്ങനെയുള്ളൊരു മജ്ലിസായി ഈ മജ്ലിസിനെ അല്ലാഹു മാറ്റിത്തരുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.